എടാ കൊള്ളാം അല്ലേ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അവിടെ കാർ അപ്ഗ്രേഡ് എക്സ്റ്റീരിയേഴ്സിൽ പോയിട്ട് 11 ഉള്ളൂ, കുഴപ്പമില്ല, സെറ്റാക്കാം, എന്തെങ്കിലും ചെയ്യാം. എടാ കൊള്ളാം അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടാ. ചേട്ടാ ലൊട്ടയൊന്നും നല്ല അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു മുത്തേ. കാര്യം പറയാമല്ല, ആ ഒരു പർപ്പിളും ഈ ബ്ലാക്കും കൂടെ ചേർന്നുണ്ട്. ഓരത്തിന് ഹെഡ്ലൈറ്റിൻ്റെ പരിപാടിയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മുത്തേ. അതുവേ ഇതേ കൊള്ളാം കേട്ടോ. ഡബിൾ വർക്ക്. എടാ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം കേട്ടോ. ഇനി എനിക്ക് ബുഗാട്ടി വേണ്ട. എൻ്റെ വണ്ടി എവിടെയാണ് മുത്തേ? വണ്ടി എവിടെ? ഇതല്ല, ഇതാണ്. ഇത് തന്നെ വണ്ടി. എടാ നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഹോഴ്സ് പവറിൽ എത്രയാണ്? 1200 ഉണ്ട്. അപ്പോൾ അത് മതി. എടാ നമുക്ക് എല്ലാവർക്കും കൂടെ അടുത്ത ഞാൻ ഒരു റൂം ഇടട്ടെ. ഓൺലൈൻ ഗെയിമിൽ മുത്തേ നമ്മളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. സിറ്റിയിൽ നിന്ന് പറ്റൂല, കാരണം വെച്ചാൽ സിറ്റിയും ശരിയാവില്ല. സിറ്റി 2 നിന്ന് ഇറങ്ങാം. സിറ്റി 2 നിന്ന് നമ്മൾ മഞ്ഞുണ്ടല്ല അവിടോട്ടോ ട്രിപ്പ് പോകാൻ പോവാണ്. നിങ്ങളെല്ലാവരും വന്നോടാ. എടാ നേരത്തെ ഞാൻ മനപ്പൂർവ്വം ഇറങ്ങിപ്പോയാലും നിങ്ങൾ കണ്ടല്ല, ബഗ് അടിച്ച് അങ്ങ് കുഴിയിൽ പോയി. മനസ്സിലായില്ലേ? ഞാൻ താഴെ ചാടാൻ വേണ്ടിയിട്ട് കുഴി ചാടിയാണ്. എന്നിട്ട് താഴെ മറ്റേ കെട്ടിടത്തിൻ്റെ മോഡലല്ലേ നിന്ന് അവിടെ താഴെ എത്താൻ വേണ്ടിയിട്ട് മറ്റേ ബട്ടൺ ഞെക്കിയാണ്, ഓർക്കാതെ മണ്ടത്തൊരേ പോയി. സോറി, അത്ര ഞാൻ പറഞ്ഞോളൂ. എടാ എല്ലാവരും വന്നോ. എടാ ഞാൻ മനപ്പൂർവ്വം റൂം ഇടയ്ക്ക് ബേക്കാക്കണല്ല കേട്ടോ. അത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഇറങ്ങി പോയത് കേട്ടോ. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കേ. എടാ ഞാൻ നിങ്ങൾ വന്നിട്ടേ പോകണുള്ളൂ. നിങ്ങളെല്ലാം പറയണ്, നിങ്ങൾ പലരും പല വഴിക്കായി പോണ്, ഇന്ന സ്ഥലം തെറ്റിപ്പോണം, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറയണ്. കൂടെ വരാൻ പറ്റണില്ല, മാപ്പിൽ കാണാൻ പറ്റില്ല. അപ്പം നിങ്ങളെല്ലാം കൂടെ ഇങ്ങി വന്നോ മുത്തേ. നോക്കാം എത്ര പേര് കയറി നോക്കട്ടെ. 3 പേര് ഞാൻ തന്നെ റൂമിൽ കയറിയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറണേ എനിക്ക് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ മുമ്പ് നമ്മൾ റൂം ഇട്ടാൽ പോലും വരാൻ പോലും ആരും ഇല്ലായിരുന്നു. ഇപ്പം നിങ്ങളൊക്കെ വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ വന്നതിനൊക്കെ ഒരുപാട് നന്ദിയടാ. നിങ്ങൾ പറഞ്ഞ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയാണ് ചാറ്റേ. എടാ ഞാൻ നിങ്ങൾ വന്നിട്ടേ പോകണോളൂ. നിങ്ങൾ വന്നിട്ട് ഇവിടെ നിന്ന് പോലും ഞാൻ കാർ എടുക്കണോളൂ. റിപ്പയർ ചെയ്യാൻ പോലും ഞാനും കണ്ടില്ല. പോരെ? അത്ര പോരെ? അതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? കാറിന് ലോക്ക് വെക്കിട്ട്. കാർ ലോക്ക് 6 പേര്. ND പോലീസ്, അപ്പൂസ്, റെഡ് ഫോക്സ്, പ്രോ GT, ബിഗ് ആൻ. എടാ കോപ്പി അടിക്കണ്ടാ. ബിഗ് ഫാൻ റെഡ് ഫോക്സ് എന്നാ. സോറി മാറിപ്പോയി, ഞാൻ ബിഗ് ആൻ എന്ന് വെച്ച്. ബിഗ് ഫാൻ റെഡ് ഫോക്സ് ആ മുത്ത. ഇതാര് ഫാനാ മുത്തേ? താങ്ക് യു മുത്തേ, താങ്ക് യു. അടുത്ത് കണ്ടേ തന്നെ എനിക്കൊരു സന്തോഷമായി. എടാ താങ്ക് യുടാ മുത്തേ, താങ്ക് യു മുത്തേ, താങ്ക് യു. ബിഗ് ഫാൻ, ഞാൻ മനസ്സിലായില്ല. ബിഗ് ഫാൻ റെഡ് ഫോക്സ്, താങ്ക് യു. എല്ലാവരും വാ എന്നിട്ട് ഒരുമിച്ച് പോവാം മഞ്ഞ് ഉള്ള ഇടത്തേക്ക്. EMS ആണ്. ഓടാ. EMS ആണോ? അവൻ്റെ പേര് മാറ്റിയാണ് കേട്ടാ. ഓടാ. ഓക്കെ. എടാ നമ്മൾ മഞ്ഞിൽ ചുമ്മാ അവരുടെ റാൻഡുമായിട്ട് ഉദ്ദേശിച്ച് അങ്ങനെ പോകുന്നില്ല. ഒരു സ്ഥലം ഏതാണെന്ന് പ്രോപ്പറായിട്ട് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. വേണ്ട മഞ്ഞിൽ വേണ്ട ഇതവിടെ ഇവിടെ. എടാ മഞ്ഞിൽ കൊട്ടാരം ഉണ്ടല്ലോ. ഇനി ഇവിടെ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലമല്ല വന്നെങ്കിൽ ഇത് പറയല്ലേ. കൊട്ടാരം ഉണ്ടല്ലോ, മഞ്ഞിൽ കൊട്ടാരം ഉണ്ടല്ലോ, അവിടോട്ടാണ് പോകാൻ പോണ. എടാ നമുക്ക് മഞ്ഞുള്ള ഇടത്തെ കൊട്ടാരത്തിലേക്ക് ആണ് പോവാൻ ഉള്ളത്. എല്ലാവരും പെട്ടെന്ന് എൻ്റെ അടുത്ത് വാ. ഞാൻ KL മിഹ്റൻ വൈറ്റിയാണ്. മിഹ്റൻ ആരാണെന്ന് ഞാൻ മിഹ്റൻ വേണ്ട റൂമിൽ കയറിയിരിപ്പുണ്ട് മുത്തേ. അവിടെ 12 പേരെൻ്റെ റൂമിലാ മുത്തേ. 12 പേരെൻ്റെ റൂമിലാ. അതിശയകാരൻ. താങ്ക് യു മുത്തേ, താങ്ക് യു. ഹായ് പ്രോ GT, ഹായ്ടാ. എടാ മിഹ്റൻ നിനക്ക് ഒരു ചാൻസ് ഞാൻ തരുള്ളൂ. നീ ഒരു ചെറിയ ലൊട്ട കാണിച്ചാൽ പോലും ഇൻസ്റ്റൻറ്റ് കിക്ക്, അടുത്ത സെക്കൻഡ് നിന്നെ കിട്ടിയെന്ന് നോക്കിയോ. ഇന്നലെ പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരുമാതിരി കാണിക്കല്ലേ, അങ്ങനെയല്ല. എന്നാൽ പോലും അമിത ലൊട്ട കാണിക്കല്, വല്ല പരിപാടിയെ കാണിച്ചാൽ അടുത്ത സെക്കൻഡ് നിനക്ക് പ്രത്യേകം ഞാൻ നോക്കും. വല്ലതും കാണിച്ച് നോക്കിയോ, എടുത്ത് തന്നെ കളയും ബ്രോ. ഗാണ്ടാ മനസ്സിലായില്ല മച്ചാനെ, മനസ്സിലായില്ല. ഗാണ്ട് എല്ലാവരും. എടാ 12 പേര് റൂമുണ്ടെന്ന് കാണിക്കുന്ന, പലരും പല ഇടത്ത് ചെതറി കിടക്കണ്ടാ മുത്തേ. ഡബിൾ മച്ചാനെ, കൊള്ളാം. സൈലോൻ്റെ അത് കൊള്ളാല്ലേ.
റുബക്സ് വാണ്ട് ടു സെല്ല് 1669 HP കറണ്ട്. റുബക്സേ മതി മച്ചാനെ, താങ്ക് യു. നീ അത് എനിക്ക് തരേണ്ട ആവശ്യമില്ല. ഹലോ റൂട്ട് മേസ് ഹിയർ. ഓടാ ശരി ശരി ശരി. എടാ റൂം വേണേ കയറി കേട്ടോ, നമ്മൾ ഇവിടെ ഇടണുണ്ട്. നീ പറഞ്ഞേ വന്നോ റൂട്ട് മേസേ. എല്ലാവരും എത്തിയോ? എടാ ഞാൻ ലൊട്ടത്തരം കാണിച്ചെന്തിനാ നോക്കി. ഞാൻ എടാ എൻ്റെ ഉണ്ടെങ്കിൽ തരടാ. ഞാൻ KL മിഹ്റാൻ വൈറ്റി ലൊട്ടത്തരം കാണിച്ചാൽ ക്ലിക്ക് ചെയ്യും. എനിക്ക് ഇതിൻ്റെ പേഴ്സണൽ മെസ്സേജ് ഇടാം. ലൊട്ടത്തരം കാണിച്ചാൽ നിന്നെ ക്ലിക്ക് ചെയ്യും. മുത്തിയപ്പം എന്തെങ്കിലും ലൊട്ടെങ്കിലും പറയട്ടെ, അടുത്ത സെക്കൻഡ് അവനെ ക്ലിക്ക് ചെയ്തോളാം. ഞാൻ നോക്കിയോ, ഒരക്ഷരം ലൊട്ട പറഞ്ഞ സീനാവും. എല്ലാവരും വന്നോ? എടാ ഇവൻ ഓക്കെ മാറിപ്പോയി. അവൻ അയച്ചു കൊടുത്തു. എല്ലാവരും വന്നോ? മുത്തൊരു ഫോട്ടോ എടുത്തോട്ടെ. ഇത്രയും നേരം ഒന്ന് നിൽക്കണം. അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാം, ഒരു ഫോട്ടോ എടുക്കാം. എന്നാ പോവാ. മഞ്ഞ് ഇടത്തേക്ക്. എല്ലാവരും വാ. മുത്തേ പോവാൻ കേട്ടോ. ഞാൻ മുന്നേ സ്ഥലം സ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അവന്മാർക്ക് മറ്റേ ഇത് കൺഫ്യൂഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെച്ചാൽ ഒരു പക്ഷേ ഇനി ഞാൻ ഏതെങ്കിലും വഴി മറിച്ചൊന്ന് ഇടിച്ച് കുഴിയിലോട്ട് പോയാൽ അവന്മാർ കറക്റ്റ് ആ കുഴിയിലോട്ട് വരണ്ടല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മഞ്ഞാണ് സ്ഥലമൊന്ന്. എടാ ഇവിടെ ആയിരിക്കും ആ സ്പോട്ട് കേട്ടോ. ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടെ. ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ലൈക്ക് ആണ്. മിഹ്റൻ വാ. ഓക്കെ നമ്മൾ പോകണം. ലൈക്കാണെന്നാ മനസ്സിലായില്ലടാ മച്ചാനെ. എടാ മിഹ്റ, എനിക്ക് നിന്നോടൊന്നും ഒരു വിഷമവും ഇല്ല കേട്ടോ. പിന്നെ റൂമിൽ ഒരുമാതിരി കയറിയിട്ട് പരിപാടി കാണിച്ചാൽ ബാക്കിയുള്ളവർക്കും കാണുന്നവർക്കും ലൊട്ടയടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. അല്ല മച്ചാൻ എനിക്ക് സീനൊന്നുമില്ല കേട്ടാ, അങ്ങനെയൊന്നും ഇതാക്കല്ലേ. ഓക്കെ എല്ലാവരും വരുമല്ലേടാ മച്ചാനെ, എല്ലാവരും വരുമല്ലേ. എടാ സ്പീഡ് വണ്ടി ഇടിക്കാതെ പോകാൻ നോക്കാം. അല്ല ഇടിച്ചാലും അവിടെ ഉണ്ട്. അവിടെ അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനൊരു ഇപ്പം എന്താണെന്ന് വെച്ചാൽ ചെയ്യാനുള്ളതുണ്ട്. ഇനൂസുക്കെ CP. എടാ ഇനൂസുക്കെ എനിക്കറിയാം, മുന്നേ കയറിയിട്ടുണ്ട് നമ്മൾ ലൈവിൽ റൂമിൽ കയറിയിട്ടുണ്ട്. ലൈവ് ഒന്നാണ്. ലൈവ് വരാതെ പിന്നെ നമ്മളെ റൂമിൽ വരുമില്ലല്ലോ. ഇനൂസുക്കെ വെൽക്കോടെ ഹായ്ടാ. ഹായ്. എനിക്ക് വണ്ടി അങ്ങോട്ട് കയറ്റിക്കോട്ട്. ഇടിക്കാൻ നോക്കണം. ഇനൂസുക്കെ ഇപ്പം എനിക്ക് ടൈപ്പ് ചെയ്താൻ പറ്റില്ല. നിനക്കറിയാലോ നമ്മൾ ഇത്രയും പേരെ ഇവിടെയൊക്കെ വണ്ടി ആയിട്ട് ഒരു ഗ്യാങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ മനസ്സിലായില്ലടാ, അതാണ്. ഞാൻ എത്തിയിട്ട് വേണേൽ ഹായ് ടൈപ്പ് ചെയ്തടാ ന്യൂസൊക്കെ. എടാ 12 പേരൊക്കെ എൻ്റെ റൂമിൽ. ഇപ്പം 12 പേര് ലൈവ് കാണണം മുത്തേ. എടാ ഞാൻ കരയൂടാ, കാര്യം പറയില്ല. നിങ്ങൾ ഇത്രയും സപ്പോർട്ടൊന്നും എടാ എനിക്ക് മനസ്സിലാവില്ല. നിങ്ങളെന്തടാ എടാ, ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെ നല്ലൊരു സപ്പോർട്ടൊക്കെ തരണത്. പിന്നെ മനസ്സിലായില്ല, അത് ഒരുപാട് സന്തോഷമാണ്. താങ്ക് യു മുത്തേ. ഇത്രയും വ്യൂസ് ആണെങ്കിലും ഇത്രയും പേരും നമ്മളെ റൂം ഇട്ടപ്പോഴാണെങ്കിലും ഇതുവരെ വന്നിട്ടില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഭയങ്കര സപ്പോർട്ട് തരണുണ്ട്. അതിന് എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി മുത്തേ. എന്തായാലും എല്ലാവരും കൂടെ വന്നോ. നിങ്ങളിനി കാറും തരണമെന്നില്ലടാ, നിങ്ങളെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ധാരാളം മുത്തേ. നിങ്ങളിനി ലൈവാக കണ്ടാൽ നിങ്ങൾക്ക് എന്നെ ഇനിയും ഇഷ്ടമുണ്ടെങ്കിൽ വല്ല ഇതൊക്കെ കണ്ടാൽ മതി. എന്തിനാണ് ലൈവ് കണ്ടാൽ മതി. കാരണം വെച്ചാൽ വാച്ചവറെങ്കിലും കയറുമല്ലോ. അതാണ് മനസ്സിലായില്ലേ. ബ്രോ ഗേവ് മീ മണി. എടാ എൻ്റെ ഈ പോലീസ് ഇവിടെ ഞാൻ ഒരു ഹായ് ഇട്ടവന് റിപ്ലൈ ഒരു ഹായ് കൊടുക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോഴാണ് നിനക്ക് ഞാൻ കാറ് തരാം. നീ എന്ത് മച്ചാനെ പറയണം നോക്കട്ടെ. നീ ആദ്യം റൂമിൽ ഇങ്ങി വാ. റൂമിൽ എല്ലാവരും കൂടെയൊക്കെ ഒരുമിച്ച് വാ മച്ചാനെ. പിന്നെ ലൊട്ടത്തരം കാണിച്ചാൽ മുത്തേ എന്തായാലും നമ്മൾ കിക്ക് ചെയ്ത് കളയും കേട്ടോ. അതിപ്പോഴേ പറഞ്ഞിട്ടുണ്ടേ. മിഹ്റന് ഇപ്പോൾ ഒരു ചാൻസ് കൊടുത്തേക്കുവാണ്. നോക്കാം മുത്തേ. ലൊട്ട പരിപാടി കാണിക്കുവാണേ കിക്ക് ചെയ്യും. എന്തായാലും നോക്കാം. ബ്രോ ഗീവ് മീ. അതാ പഴയ മുമ്പത്തെ മെസ്സേജ്. എടാ ആരാ മുന്നേ കൂടെ പാഞ്ഞു പോണ? എടാ പേരിൻ്റെ സാധനം ഞാൻ അതിനി അങ്ങ് എത്തിയിട്ടേ നോക്കാൻ പറ്റില്ലേ. വണ്ടി അതിനിടയിൽ സെറ്റിങ്സ് പോയി നോക്കാൻ പോയാൽ ഇത് ഇടിക്കും. വണ്ടി ഇടിക്കും. പിന്നെ സീനാവും. പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ലൈവ് കാണുന്നുണ്ട്. ഇനോസുക്കെ CP. ഓക്കേടാ ഇനോസുക്കെ. ഞാൻ ഹായ് തിരിച്ചിടാത്ത എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടി ഓടിക്കുമല്ലേ, അതിനിടയിൽ ഇപ്പോൾ കൂടെ പോരാത്തിന് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയാണെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് പാസ് നിർത്തിയാൽ പോലും അവരെ വണ്ടി വന്ന് എൻ്റെ ഇടിച്ച് എല്ലാവരും കൂടെ അറിയാലോ 10-12 പേരെല്ലാം കൂടെ ഒറ്റയടിക്ക് എല്ലായിടത്തും കൂടെ ചെതറി കിടക്കും. അതുകൊണ്ടാണ് മച്ചാനെ ഹായ് കേട്ടോ. എന്തായാലും ലൈവ് കാണുവാണെങ്കിൽ ഹായ് കേട്ടോ. തിരിച്ച് ഹായ് പറഞ്ഞിട്ടുണ്ടേ. ബ്രോ വഴി ടിബട്ടാ മനസ്സിലായല്ലോ മച്ചാനെ. സിനോക്സ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ ആ പേര്. വഴി തെറ്റി. ഇല്ല
കൂടെ വാ. എടാ എല്ലാവരും വന്നിട്ടല്ലേടാ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ച, പിന്നെന്ത്? എടാ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഒന്നും പറ്റില്ല, അങ്ങ് എത്തിയിട്ട് ഞാൻ മാപ്പ് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അതെങ്കിലും കണ്ട് വരാമല്ലോ മച്ചാന്മാരെ. ഞാൻ പറഞ്ഞല്ല. ഓ എൻ്റെ വഴി. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ചെറിയ തട്ട് തട്ടിയിലൊട്ട. ഓ നോക്കി വാ. എടാ പൊയ്ക്കോ 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 പൊയ്ക്കോ. ഞാനെടാ എല്ലാത്തിനും ഒരേ സമയം റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റൂല കേട്ടോ. അപ്പം എന്തെന്ന് വെച്ചാൽ കാണുന്നതിനൊക്കെ പരമാവധി റിപ്ലൈ കൊടുക്കണുണ്ട് കേട്ടോ മച്ചാന്മാരെ. മനഃപൂർവ്വം റിപ്ലൈ തരാത്തതൊന്നും അല്ല. ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാം കൂടെ ഒരു സമയം ചെയ്യാത്തുണ്ടോ? റോബോട്ടൊന്നും അല്ലല്ലോ മച്ചാന്മാരെ. മാപ്പ് കാണിച്ചു തരും, അവിടെ കാണിച്ചു തരാം. അങ്ങ് എത്തിയിട്ട് കാണിച്ചു തരാം മച്ചാൻ. അങ്ങ് എത്തട്ടെ കേട്ടോ ആദ്യം. അതാണ് ആദ്യത്തെ. അവിടെ എത്തട്ടെ. ഇപ്പം എനിക്ക് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോലും പറ്റൂല. കാരണം വെച്ചാൽ ഇത്രയും പേര് പിന്നാലെ വരുവാണ്. എല്ലാവരും കൂടെ വണ്ടി ഇടിച്ച് ചെതറി കിടക്കും. അതുകൊണ്ടാണ് മച്ചാന്മാരെ, അന്ന് മനസ്സിലാക്കണേ. മാപ്പ് കാണിച്ചു തരാം, മാപ്പ് കാണിച്ചു തരാം. ഓ ഇടിക്കല്ലേ 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 ഇടിക്കല്ലേ. ഇടിച്ചില്ല. ഇടിച്ച് അവരും കൂടി വരട്ട്. എടാ മാപ്പ് കണ്ടോ? എടാ മാപ്പ് ഇതാണേ. ഇതാണേ കണ്ടല്ല, ഇതാണ് സ്ഥലം. എടാ നോക്കാം മച്ചാനെ, നോക്കട്ടെ. ഞാൻ ആദ്യം പോയി അവിടെ പോയി നോക്കണം. ഇനി വല്ല ഉണ്ടാകുന്നതിന് ആ ജീപ്പ്, നീ പറഞ്ഞ ഗ്ലാഡിറ്റർ ജീപ്പ് ഉണ്ടാകും, പോയി നോക്കണം. എങ്കിലേ അറിയാൻ പറ്റും മച്ചാനെ. അതിനുശേഷം എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഐ ആം സബ്സ്ക്രൈബർ ബ്രോ പ്ലീസ്. എടാ നോക്കട്ടെ, നോക്കി ലോബി പോയി നോക്കി കേൾക്കണം ആദ്യം. ഉണ്ടാകും. ഐ ആം സബ്സ്ക്രൈബർ പ്ലീസ് ബിഗിനിയർ ഹെൽപ്പ് മീ. എന്തിന് ഹെൽപ്പ് മീ എന്ന് വെച്ചാൽ നീ മുമ്പ് വന്നിട്ടുണ്ടല്ലോ, നീ ബിഗിനിയറാണ് ബ്രോ. എവിടെയാണ്? എടാ ഞാൻ മാപ്പ് കാണിച്ചിട്ടുണ്ട്. എടാ കൊട്ടാരം എവിടെയാണ്? കൊട്ടാരം എവിടെയാണ് ബ്രോ? മനസ്സിലായില്ല. എടാ എൻ്റെ ഉണ്ടാന്ന് നോക്കണം. എൻ്റെ ഉണ്ടാന്തോ നോക്കണോടാ. എൻ്റെ ഉണ്ടാന്തോ നോക്കണം. എൻ്റെ ഉണ്ടാന്തോ നോക്കണം. ലോബി പോയി. ടോക്സി മല്ലോ ഫ്രണ്ട്സൊക്കെ ഇട്ടാണില്ല ആള്. ഒരു ഫോട്ടോ എടുക്കട്ടെ. എടാ എല്ലാവരും കൂടെ ഇതെന്തൊരു സാധനം? ഇതെന്താ അതായിരിക്കണത്? അതെന്ത് മച്ചാനെ അത്? ഹായ് മണികണ്ഠ, ഹായ് എല്ലാവരും ഹായ്. സാബിത്ത് വ്ളോഗ്സ് ഹായ് മച്ചാനെ. എല്ലാവരും ഹായ് മച്ചാനെ, ഹായ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലടാ. ഇപ്പം DRC എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. ഇപ്പം എൻ്റെ കയ്യിലില്ല. കൊട്ടാരം ഏത് വഴിക്കാണ്? ഇപ്പോൾ എൻ്റെ ഈ കാറിലിരിക്കണം. എൻ്റെ ഇല്ലടാ, ഇപ്പോൾ എൻ്റെ ഇല്ല. കൊട്ടാരം ഏത് വഴിക്കാണ്? എത്ര റൂമിൽ? ഇവിടെ 11 പേരുണ്ട് റൂമിൽ മുത്തേ. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം മുത്തേ. ഞാൻ അവിടെ വഴി അങ്ങനെ തെറ്റിയടാ. അവിടെ ആരൊക്കെ അവിടെ കൂടെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടാ. പറഞ്ഞവരൊക്കെ വന്നോട്ടെ മുത്തേ. എടാ മാപ്പിൽ എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ മാപ്പിൽ തൊടുക, ലൊക്കേഷൻ, ആ ഒരു ബട്ടൺ ഉണ്ട്, അത് ഇങ്ങനെ തൊട്ടാൽ മതി. അപ്പോൾ മാർക്കാവുകയാണ്. കൊട്ടാരം ഏത് വഴിക്കാണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാര്യം പറയാല്ല ബ്രോ. ആരുടെ അടുത്താണ്? ഞാൻ എവിടെയാണ് മച്ചാൻ? ഇവിടെ എല്ലാത്തിനും ടൈപ്പ് നോട്ടിക്കാൻ സമയമില്ല. കൊട്ടാരം നോക്കാം വാ. കൊട്ടാരം ഉണ്ടോ ഇവിടെ? നിങ്ങൾ പറയണല്ലേ ഇവിടെ. നിങ്ങളാണെങ്കിൽ കണ്ടാവുന്നു മിണ്ടൂല, ഉള്ള കാര്യം പറയല്ലേ. ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുള്ളൂ ബ്രോ. പ്ലീസ് മനസ്സിലായില്ല. എന്ത് പ്ലീസ് മച്ചാനെ? എനിക്ക് വണ്ടി ഒന്ന് മാറ്റിയാണ്. എനിക്കങ്ങോട്ട് പോകണം. വണ്ടി മാറ്റി. എടാ വണ്ടി മാറ്റടാ മച്ചാനെ. എടാ 9 പേര് ലൈവ് ആവുന്നുണ്ട്. everyone താങ്ക് യു. നിങ്ങൾ ലൈവ് കാണുന്നത്, നിങ്ങൾ ലൈവ് കാണുന്നതന്നെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. എടാ മിഹറ ഇപ്പം മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് നിന്നപ്പോൾ കണ്ട അവിടെ മര്യാദയ്ക്ക് എനിക്ക് സന്തോഷമാണ്. മിഹറിനെ എൻ്റെ ലൈവിൽ എൻ്റെ റൂമിലൊക്കെ നമ്മളിങ്ങനെ എല്ലാ ഗ്യാങ്ങായിട്ടിരിക്കും. മിഹറിനും കൂടെ പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. മുത്തേ ഞാൻ പെട്ട് ലോട്ട. അല്ല ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഉദ്ദേശിച്ച ആ കൊട്ടാരത്തിലോട്ട് വെച്ച് കയറാനാണ്. കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഈ അന്തർവാഹിനി ഈ സാധനത്തിൻ്റെ അടുത്ത് നിന്ന് 2 ഫോട്ടോ എടുക്കാം.
അത് കൊള്ളായിരിക്കും. എല്ലാവരും കൂടെ വന്ന് നിൽക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കണമല്ലേ അല്ലേ? എൻ്റെ വണ്ടി ഇത്തിരി സീനായിട്ടിരിക്കുന്നു, കാര്യം പറയാലോ മൊത്തം. ഓ ആ റോഡിന് ചിഹ്നത്തിൽ ഞെക്കാൻ പറ്റില്ല, അങ്ങനെ ചെക്ക് ചെയ്തിട്ട് റോട്ടിൽ പോവും. ഓ ഞാൻ ഇവിടെ പെട്ടാൻ തോട്ടാ, കാര്യം പറയാമല്ലോ. ഇല്ല ഭാഗ്യത്തിന് ഞെക്കിയിട്ട് ഇങ്ങനെ വന്ന. എടാ ഞാൻ ലൈനായിട്ട് ഇടാം കേട്ടോ, ലൈനായിട്ട് ഇടണം എല്ലാവരും. ലൈനായിട്ടില്ല, ചേർത്ത് ഇടണേ, ചേർത്തണേ. മാറിപ്പോയി മാറിപ്പോയി. ചേർത്ത് ഇട് വണ്ടി. ഹായ് നൂറ. ജീപ്പ് റോബി കോണെ ഉണ്ടോ ബ്രോ, എനിക്ക് തരാമോ? നാളെ വരൂലേ ബ്രോ ലൈവിലടാ? എല്ലാ ദിവസവും ഇനി ലൈവ് വരും. ഞാൻ ഒരു ദിവസം പോലും അങ്ങനെ ഇതാക്കണില്ല, എല്ലാ ദിവസവും ലൈവ് വരും. മച്ചാനെ മണി കണ്ട എടാ ബസ് തരൂന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ സബ്സ്ക്രൈബർ തന്ന വണ്ടിയാണ് എനിക്ക് തരത്തില്ല. കാരണം വെച്ചാൽ അത് അവർക്ക് എന്നോട് ഇഷ്ടം ഉള്ളത് കൊണ്ട് തന്നതല്ലേ, അതെങ്ങനെ നിനക്ക് തരാൻ പറ്റും? എങ്കിൽ അത് ലൊട്ട പരിപാടിയല്ലേ. അല്ലാതെ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ തരാം. എത്തിയോ എടാ? നമ്മളെത്തി. അതുവരെ എന്ത് വരാത്ത വാ, ഇങ്ങി വാ. യുറി റൂമോയിൽ എങ്ങനെ ചേരുക? എടാ എൻ്റെ റൂമിൽ എങ്ങനെ വരുമെന്നാണ് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഫുള്ള് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചേരാമെന്ന്. അത് നോക്കി വന്നാൽ മതി കേട്ടാ. ഹെൽപ്പ് ടാറ്റാനിക് കണ്ടോ റെഡ് ഫോക്സേ? ടൈറ്റാനിക് ഇനി എനിക്ക് വയ്യ വരാൻ. എന്ത് പറ്റി? എന്ത് ബ്രോ എപ്പോൾ നിർത്തണില്ല? ഇവിടെ കുറച്ച് കഴിയടാ, കുറച്ച് കഴിയും. നമ്മൾ ഇപ്പം ഒരു മണിക്കൂറായോ? 1 hour ആയില്ലല്ലേ? 1 hour ആയി. എന്നാലും കുറച്ചുകൂടെ കഴിഞ്ഞ് നിർത്തണുള്ളൂ, കുറച്ച് കഴിഞ്ഞ് നിർത്തും. ഹായ് ഷാസെ, എന്തെല്ലാം? ഷാസെ നൈറ്റ് ലൈവിൻ്റെ കാര്യം നീ ഇന്നലെ പറഞ്ഞാൽ മറന്നിട്ടില്ല, ആ സെറ്റാക്കാം നമുക്ക്. ഓടിച്ച് അത്രയും ദൂരം വരണ്ടേ? ക്യാമറ മോഡ് ഓൺ ആക്കണ്ടേ? ഓ എടാ ഞാനേ നീ കൂടെ വരാത്തെന്താടാ? നമ്മൾ അപ്പോഴേ അങ്ങ് എത്തിയ സമയത്ത് എനിക്ക് വന്നുകൂടെയിരുന്ന. പക്ഷേ വാ ഇതാര്? എടാ ഞാൻ ഒന്ന് കയറിക്കോട്ടാ മച്ചാനെ. വാ അയാം ഹെൽപ്പാ? ഞാനാണ് ഹെൽപ്പെന്നാ നീ എന്ത് പറയണ? ക്യാമറ മോഡിഫൈ ആക്കാം. ഓക്കെ എടാ എന്തായാലും ഒയ്യോ ഇനോസൊക്കെ എടാ എല്ലാവരും മോളിൽ കയറും. വാ ഇതിൻ്റെ മുകളിൽ കയറ്. വന്നോ. ആ യെല്ലോ കാർ എടാ അതെല്ലാം സെറ്റാക്കാം. ഐ ആം ഹെൽപ്പ് യു എന്നാ? മനസ്സിലായില്ല മച്ചാനെ. ഐ ആം ഹെൽപ്പ് യു എന്നാ എന്താ ഉദ്ദേശിച്ച? മിഹ്റ എന്തെന്ന് മനസ്സിലായില്ല. 8 മണിക്ക് ലൈവ് വാ, അപ്പോഴത്തേക്ക് സെറ്റാക്കാം. എടാ 8 മണിക്ക് ലൈവ് എന്ന് ഉറപ്പ് പറയണില്ല, പക്ഷെ വരാൻ നോക്കാം. എനിക്ക് 8 മണിക്ക് വരുന്ന സന്തോഷമാണ്. കാരണം ചിലർക്കൊക്കെ ആ ടൈമാണ്, മനസ്സിലായില്ല, ആ ഒരു സമയത്തൊക്കെയാണ് വരാൻ പറ്റണം. അപ്പം ഞാൻ നോക്കാം. ഒരു 100% ഞാൻ ഉറപ്പ് പറയില്ല. എനിക്കും വരാൻ ആഗ്രഹമുണ്ട്. നോക്കാം. എടാ ഇതെന്തൊരു എൻ്റെ തലയിലെന്തരുത് മുത്ത? ഇതെന്തോ സാധനം നിന്റെ തലയിലെന്തോന്നടാ? അത് കൊള്ളാം കേട്ടോ, ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ എടുക്കണം. അനങ്ങലേ. എടാ വണ്ടി കയറ്റണ്ടായിരുന്നു. ബ്രോ എനിക്ക് ജീപ്പ് ഗ്ലാഡിച്ചർ. എടാ നീ ഒരൊറ്റ കാര്യം തന്നെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ല അതിന് ഉത്തരം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല. ലോബിയിലൊക്കെ പോയി നോക്കാം. സബ്സ്ക്രൈബർ എന്ന വണ്ടിയല്ലേ ഞാൻ തരാം. ബ്രോ ആ വണ്ടി എടുത്തുകൊണ്ട് റൂമിട്. ഇപ്പം എന്തായാലും പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഇവന്മാരുമായിട്ട് ഇവിടെ നിൽക്കുമല്ലോ. നമ്മൾ ഇത്രയും ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ റൂം ഇടാൻ പറഞ്ഞു? ഇതാരെ ഈ വണ്ടി ഇവിടെ വന്ന എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തെ? എടാ കേരള വേണ്ടായിരുന്നു. ടാങ്ക് വച്ചാനേ, ടാങ്ക് യു മച്ചാനെ. എടാ ആരടാ കുഴി പോയിക്കടാ? വാ ലൈൻ ആയി നിൽക്ക്. ഫോട്ടോ ഇത് സെറ്റ്. ഡബ്ല്യു ഓർ വാട്ട്? നോക്കാം എല്ലാവരും. അവിടെ ഇത് തന്നെ സെറ്റ് കേട്ടോ. ഇങ്ങനെ നിൽക്കണം. ആ വണ്ടി മാറ്റണമായിരുന്നു. കുഴപ്പമില്ല. ഇപ്പം കുഴപ്പമില്ല. എടാ കുഴിയിലോട്ട് പോണ്. കുഴപ്പമില്ല കേട്ടോ. ഇപ്പം സെറ്റ് കേട്ടാ. ശ്വാസ എന്ത് പറയാൻ മനസ്സിലായില്ല.
എന്ത് പറയണ്ട ശ്വാസേ? എടാ നിരങ്ങിപ്പോണ് ലൊട്ട നിരങ്ങിപ്പോണ്. ഫോട്ടോ കിട്ടി മച്ചാനെ, ഫോട്ടോ കിട്ടി. വാ അവിടെ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. വാ ഞാൻ എത്തി. ഇന്ന് W8 ആക്കാനാ എന്തെല്ലാം പറഞ്ഞാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ ആ ഒരു കാര്യമെങ്കിലും കേൾക്കും. അങ്ങനെ ഒരു കാര്യത്തിന് ഈ അവരുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അവർ ഈ ലൊട്ടത്തരം കാണിക്കൂല, അങ്ങനെ ഒരു പരിപാടി ചെയ്യൂല. അവർ സ്നേഹമുള്ളവരാണ്. ഇത് കൊള്ളാമല്ലേ? നമ്മളെല്ലാവരും കൂടെ ടൈറ്റാനിക് കാണാൻ പോയി. ബ്രോ 4:10 ആകുമ്പോൾ ആ വണ്ടിയും കൊണ്ട് റൂമിടാം. അപ്പോൾ ഞാൻ സെറ്റാക്കാം. വണ്ടി നാളെയോ ഇന്നോ തരാം. എടാ സെറ്റാക്കാം കേട്ടോ, നമുക്ക് സെറ്റാക്കാം. എന്തായാലും ആദ്യം എടാ ഞാൻ താഴെ കുഴി വീണാ ലോച്ചേ. എടാ ഞാൻ വീണടാ, നിങ്ങളെന്ത് പറഞ്ഞില്ല? ഗ്രാഫിക്സിൽ ഈവനിങ്. എടാ ഈവനിങ് കൂടെ വ്യത്യാസം ഉണ്ടല്ലോ. അയ്യോ ഞാനും റൂട്ട് മേസ്. എടാ റൂട്ട് മേസ് വന്നിട്ടുണ്ട് കേട്ടാ. നമ്മളെ റൂമിൻ്റെ അകത്ത് റൂട്ട് മേസ് വന്നിട്ടുണ്ട്. റൂട്ട് മേസ് ഇന്നലാണ്ട് ലൈവ് എന്നിട്ട് പറഞ്ഞതാണ്. ഇതെന്തൊരു സാധനം? യൂട്യൂബറാണെന്ന് പറഞ്ഞല്ലേ? എടാ റൂട്ട് മേസ് അത് തന്നെ യൂട്യൂബറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാല മാറ്റിക്കോട്ടിലൊട്ട. ഇതെന്ത് ഇങ്ങനെ കിടക്കണം? പെട്ടെന്ന് ആ കളർ ഓറിയൻറ്റേഷൻ ആണ് മാറിയടാ മുത്തേ. കണ്ട അനുവാദില്ല, ലൊട്ട മാറിക്കളഞ്ഞു. കുഴപ്പമില്ല. ബ്രോ ഇനി 3 മിനിറ്റ് കൂടെ ഉള്ളൂ, വണ്ടി കൊണ്ടുപോടാ. പിന്നെ തന്നാ പോരാടാ, ഇപ്പം തന്നെ വേണോ? പിന്നെ എടാ ഞാൻ വീഴും. ഉയ്യോ വീണ്ടും വീണു. ഉള്ള കാര്യം പറയല്ല. ലൊട്ട പരിപാടിയായി പോയി. എടാ കയറാൻ പറ്റില്ല എനിക്ക്. എന്ത് അതിൻ്റെ ടോപ്പിൽ കയറാം. വാ എടാ നിറങ്ങിപ്പോണ ലൊട്ട പരിപാടിയല്ലേ മുത്തേ. ഉള്ള കാര്യം പറയല്ല. ഓ ബ്രോ എടാ ഞാൻ കുഴി. എന്ത് ലൊട്ട ഇത്? എടാ F1 കാറാവൻ തന്നടാ എനിക്ക് മുത്തേ. W കേട്ടാ, W. താങ്ക് യു മച്ചാനെ, താങ്ക് യു. എടാ ഞാൻ ഇവിടെ എടാ ഈ കളർ ഓറിയൻറ്റേഷൻ അനുവാദില്ല മാറിയ സംശയമുണ്ട് കേട്ടാ. കാര്യം പറയാല. ഫിലിമെക്ക് ലോട്ട എടാ ഞണ്ണിൽ കളർ ഓറിയൻറ്റേഷൻ എന്താ ലോട്ട. ഗ്രാഫിക്സ് സീനായതോ കേട്ടാ. ഗിയൂമി കാർ NG60 ഗിയൂമി കാർ. എത്ര റൂമുണ്ട്? റൂമിൽ 11 പേരുണ്ട്. ഒരുപാട് സന്തോഷം. ഇവിടെ ഉണ്ടല്ലേ എല്ലാവരും. ഇത്ര പേര് എൻ്റെ ആ ഒരു ലൈവ് കണ്ടിട്ട് മാത്രം ഇത്രയും ആൾക്കാർ ഈ റൂമിൽ കയറുന്ന വെച്ചാൽ അതിനേക്കാളും സന്തോഷമുള്ള കാര്യം എന്താണ് മുത്തേ? അതൊക്കെ ഭയങ്കര നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ് മുത്തേ. എടാ ഞാൻ തിരിഞ്ഞിരിക്കണേ. ഇതൊക്കെ സന്തോഷം. എടാ നീ ചാറ്റ് നോക്കാം. എനിക്ക് ഇവിടെ ഒരു കാര്യം ചോദിക്കുന്നു. ഫോട്ടോ ഒക്കെ സെറ്റ്. അവിടെ വണ്ടി ഇടിച്ച് ഞാണിങ്ങിരിക്കണം ലോട്ട. ഒരു ഫോട്ടോ എടുക്കാം ബ്രോ. അടുത്ത സ്പോട്ടിൽ പോവാം. അടുത്ത സ്പോട്ടിൽ പോവാം. ആ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലോട്ട് പോവാം. വാ എടാ അദ്വൈത എന്ത് കിടക്കണ? F1 കിട്ടി. F2 K8 എന്ത്
കിട്ടി, 2 കാർഡ്സും കിട്ടിയില്ല. കിട്ടിയാൽ ഭയങ്കര സന്തോഷം. എല്ലാം നിങ്ങൾ തന്നു വെച്ചാൽ സന്തോഷം കേട്ടാ. വണ്ടി കഴിയണോ? ഓ റൂട്ട് മേസേ എന്തെല്ലാം കേട്ടാ. ഞാൻ പ്രത്യേകം സംസാരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ റൂട്ട് മേസ. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ മറ്റേ ഫോണിൽ ചാറ്റ് നോക്കണം, അതിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണം. പുറത്ത് ഇപ്പോൾ വണ്ടി ഓടിക്കുകയാണ്, പിന്നെ ഇപ്പോൾ അല്ലാതെ ചാറ്റിന് റിപ്ലൈയും കൂടെ കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ മച്ചാൻ. അതുകൊണ്ടാണ് പ്രത്യേകം ഒരു റിപ്ലൈയും തരാത്ത കേട്ടോ, മനസ്സിലായില്ലേ? ഓക്കെ, എന്തായാലും അങ്ങോട്ട് പോകാം കേട്ടോ. ആ റൂട്ട് മേസും യൂട്യൂബർ എന്നാണ് ഇന്നലെ എൻ്റെ ലൈവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ചാനലൊക്കെ ആയിരുന്നു നോക്കുക. മുത്തേ നല്ല കണ്ടൻറ്റൊക്കെയാണ് സപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. ഓ അവസാനം കയറി. അയ്യോ, ഞാൻ അവൻ്റെ വണ്ടിയുടെ മോളിൽ ചെന്ന് വീണു. എടാ കാലഘട്ടത്തിന് പറയുക ഒരു വ്യത്യാസം പോലെ അല്ലേ മുത്തേ? ഉള്ള പറയാല്ല, എന്തോ ഒരു അപാകത എനിക്ക് ഫീൽ ചെയ്യണം മുത്തേ, ഉള്ള പറയാല്ല. കാറ് കഴിവാൻ മാത്രം ഇവിടെ ഓപ്ഷൻ ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ സെറ്റാക്കിയേനെ. എൻ്റെ ചാനൽ ഒരു സെക്കൻഡ് ഞാൻ അങ്ങോട്ട് എത്തിയോട്ട്. എൻ്റെ ചാനൽ കൊള്ളില്ലേ, ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ആര് പറഞ്ഞു? നിൻ്റെ ചാനൽ കൊള്ളാല്ലേ? എടാ എല്ലാവരും അങ്ങനെ ആരെങ്കിലും, ഞാൻ ആരെങ്കിലും ചാനൽ അടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയണ? ലൊട്ട പറയണ ഞാൻ ആരെ ചാനൽ അടിക്കുമെന്ന് പറഞ്ഞു മുത്തേ? ഇത് കൊട്ടാരം തന്നെ മുത്തേ, കൊട്ടാരം തന്നെ. അവിടെ ഈവനിങ് ആയതുകൊണ്ടായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ. എന്തായാലും ഇവിടെ ഞാൻ പണ്ട് CPN 2 വന്നിട്ടുണ്ട് ആദ്യമായിട്ട്. അതൊക്കെ നല്ലൊരു മെമ്മറിയാണ് മുത്തേ, ഇതും നല്ല മെമ്മറിയാണ്. എൻ്റെ ചാനൽ കൊള്ളില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ഇപ്പം എങ്ങനെ പറഞ്ഞു? നീ എന്ത് പറയണ? ഞാൻ ചോദിച്ചാണ്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. നീ എന്ത് പറയണ? എന്താ പറയണം? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നീ എന്തെങ്ങനെ പറയണ? ഞാൻ അങ്ങനെ ഞാൻ ആരുടെ ചാനൽ അഴുക്കെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നോക്കിയിട്ടുള്ളതിൽ എനിക്കിതുവരെ അഴുക്ക ചാനലൊന്നും ഞാൻ പ്രത്യേകിച്ച് ഒരാളെയും പറയില്ല. കാരണം വെച്ചാൽ ഞാൻ നോക്കിയിട്ടുള്ളതിൽ എനിക്ക് ആരെ ചാനലും അങ്ങനെ അഴുക്കേന്ന് തോന്നിയില്ല ഇതുവരെ. ഞാൻ 2-3 പേരെ ചാനലൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്, എനിക്ക് ആരും അഴിക്കെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. അഴിക്കാൻ തോന്നിയെങ്കിൽ നമുക്ക് പേര് പറയാതെങ്കിലും ഇന്നൊരു ചാനൽ കണ്ടപ്പോൾ അതിലൊട്ടേര് തോന്നി അങ്ങനെ പറയാല്ലേ, അങ്ങനെയൊന്നും ഇല്ലടാ മച്ചാന്മാർ. എനിക്ക് കണ്ടിട്ട് ഒന്നും അഴിക്കായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഓ കൊള്ളാല്ലേ ഉമാരെല്ലാം ഇങ്ങനെ വന്ന് ഇത് ലൈവും കണ്ട് ഇത്രയും പേര് ഇവിടെയൊക്കെ വന്ന് നിൽക്കണം. എന്ത് സന്തോഷം ഉണ്ടെന്നാ മച്ചാന്മാർ, ഭയങ്കര സന്തോഷം കേട്ടാ. ഈ സന്തോഷം എങ്ങനെ നിങ്ങൾ അറിയിക്കൂടാ, സത്യം പറയല്ല. വാക്കുകളിൽ കൂടെ എങ്ങനെ ഇത്രയൊക്കെയല്ലേ പറയാൻ പറ്റും നമുക്ക്. സീരിയസ് ആയിട്ട് ചോദിച്ചതല്ല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. എനിക്കങ്ങനെ ആരെയും അഴിക്കാൻ തോന്നിയിട്ടില്ല, അങ്ങനെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. ഞാൻ ചുമ്മാ ലൊട്ട പറഞ്ഞല്ല. ഞാൻ ഇങ്ങനെ ആയിപ്പോയി. CPM സെനോക്സ് ഒത്തി അങ്ങോട്ട് മാറിക്കേട്ട്. ഓ വണ്ടി കൊടുത്താ ബ്രോ പണിയാൻ. വണ്ടി കൊടുത്താൽ ബ്രോ പണിയാണെന്നാ നിൽക്കണം. എന്തായാലും ഞാൻ ആദ്യം ഇവിടെ ഫോട്ടോ എടുക്കട്ടെ. റെഡ് ഫോക്സ് റൂട്ട് മേസ് പറഞ്ഞോ റൂട്ട് മേസ് പറഞ്ഞു. മറ്റവൻ പോയോ? ഷാസ് ആരടാ? ഏത് മറ്റവൻ? വരാം വെയിറ്റാക്ക്. എൻ്റെ വണ്ടി അവിടെ ഉണ്ട്. എടാ ഈ ലൊട്ട കാര്യം പറയാല്ലേ, ഈ ഹൈഡ് ചെയ്യുക ഈ ലൊട്ട ബട്ടനുണ്ടല്ലോ, സീനാക്കാൻ പോകും. DRC ഷാഡോ എന്ത് വെച്ചാൽ ഇടത്ത് തുറന്ന് പോകത്തില്ലേ? തുറന്ന് കയറാൻ പറ്റുന്നേ കൊള്ളായിരുന്നു. ഇതായി ഈ ലൊട്ടത്തരം കാണിക്കണം. നമുക്ക് എന്തിങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ആ വിചാരം. നമ്മൾ നൈസായിട്ട് ഇങ്ങോട്ട് വരും. എനിക്ക് കുറച്ച് വർക്കുണ്ട്. ഓക്കെ മച്ചാൻ, എനിക്കറിയാം. ഞാൻ നൈറ്റ് ലൈവ് വരാൻ നോക്കാം കേട്ടാ. എനിക്കറിയാം എല്ലാവർക്കും ഈ ഒരു ടൈം അത്ര പറ്റൂലെന്ന്, അതുകൊണ്ട് ഞാൻ നൈറ്റും കൂടെ വരാൻ നോക്കാം. അത് ചിലർക്ക് നൈറ്റ് പറ്റൂടാ, എല്ലാവരെയും നമുക്ക് നോക്കണ്ടേ, അതാണ്. ലൈൻ ആയി നിൽക്ക്. ഈ ഡ്രോൺ ഫോട്ടോ വെളിയിലോട്ട് കൊണ്ടുപോകാൻ പാട് കേട്ടാ. കിട്ടി ഡ്രോൺ വെളിയിലോട്ട് കിട്ടി. കിട്ടിയില്ല. കിട്ടി മുത്തേ കിട്ടി കേട്ടോ. ഇതാരെൻ്റെ അടുത്ത് മുത്തേ ആരാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇറങ്ങ് ബ്രോ റൂമിൽ നിന്ന്. എന്ത് ഇറങ്ങാൻ? ഇതാര് കരയണെന്ത് നീ? എൻ്റെ ഉടുപ്പ് ഇട്ട് വയ്ക്കാൻട്രാ. DRC ബ്രോ, DRC പറഞ്ഞു DRC എന്തല്ല സുഖമല്ലേ? എന്ത് കാര്യം? നീ ഫോട്ടോ എടുക്കട്ടാ.
നീ കരയാതെ നിൽക്കടാ മച്ചാനെ, ഒരു ഫോട്ടോ എടുക്കട്ടെ. നീ കരഞ്ഞുകൊണ്ട് നിന്നാൽ ഞാൻ എന്തിനു കാണിക്കണം? നീ റൂമിലിപ്പോൾ 9 പേരുണ്ട് മച്ചാൻ, കാര്യം പറയാലോ, 9 പേര്. കുറേ കിട്ടിയല്ല ഫോട്ടോടാ, കുറേ കിട്ടി, നല്ല കുറേ ഫോട്ടോ കിട്ടിയടാ. ഉള്ള പറയാല മച്ചാനെ, അദ്വൈത ഉള്ള പറയാല, നല്ല ഫോട്ടോസ് കിട്ടി. എടാ ചുമ്മാ അല്ലടാ, ഈ വിൻറ്റേജിൽ ഒട്ട ഓണായി കിടന്നടാ. നിങ്ങൾ പറയണ്ടായിരുന്നു, അതാണ് ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്താ. എടാ ഞാനിപ്പോൾ വരാം, ഒരു വണ്ടി സെല്ല് ചെയ്ത് വരാം. ഇപ്പോൾ